നമ്മൾ ജെയ്സന്റെ അടുത്തേക്ക് ഒന്ന് പോകാം. ജെയ്സന്റെ അടുത്ത് ആനയുണ്ട് എന്നാണ് ഞങ്ങളുടെ PCR നിന്ന് പറയുന്നത്. നമുക്ക് ആനയൊന്ന് കണ്ടിട്ട് വരാം. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയെ വീണ്ടും ചികിത്സിക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. ആദ്യം ജെയ്സനിലേക്ക് പോകാം. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ആനയെ തിരയുന്നുണ്ട്, പേടിച്ചു നിൽക്കുകയാണോ എന്നറിയില്ല. തൊട്ടു പിന്നിലുണ്ടോ മസ്തകത്തിൽ പരിക്കേറ്റ ആന? സത്യത്തിൽ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ രണ്ടാം മിഷനുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. അതിനിടയിലാണ് നാം വരുമ്പോഴാണ് ഇതവിടെ ഒരാന നിൽക്കുന്നു, അതിനപ്പുറത്ത് മറ്റൊരാന നിൽക്കുന്നു. അത്തരത്തിൽ ആനകൾ റോഡരികിൽ വലിയ തോതിലുണ്ട്. ഇതിനിടയിലാണ് കാട്ടാനയുടെ രണ്ടാം മിഷനുമായി നമ്മൾ രംഗത്ത് വരുന്നത്. മസ്തകത്തിന് പരിക്കേറ്റ ആ കാട്ടാന ഉണ്ടായിരുന്ന ആ കാട്ടാനയ്ക്ക് വീണ്ടും ചികിത്സ നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നാം വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ആന നമുക്ക് ആ ഭാഗത്തുനിന്ന് കാണാം. ആന എന്താ ചെയ്യുന്നത്, എണ്ണപ്പനയുടെ പട്ട. അതെ 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 ആന ഒരെണ്ണം മുകളിലുണ്ട്, ഒരെണ്ണം താഴെയുണ്ട്. ആ കണ്ടില്ലേ? സൂക്ഷിച്ച് നോക്കി റിപ്പോർട്ട് ചെയ്യണം കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറമാനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു. അതെ, കുറച്ച് ഒരു അപകടാവസ്ഥ ഇവിടെ ഉണ്ട്. കാരണം ഏത് ഭാഗത്തു നിന്നും ആന എപ്പോഴും റോഡിലേക്ക് ഇറങ്ങി വരാൻ സ്ഥിതിയാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ രണ്ട് ഭാഗത്തായിട്ട് 2 ആനകൾ നിൽക്കുന്നു. ഒരു ആനയുടെ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്, മറ്റൊരു ആന അപ്പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 24-ാം തീയതിയാണ്, ജനുവരി 24-ാം തീയതിയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മയക്കുവെടി വയ്ക്കുന്നു. അതിനുശേഷം അതിന് ചികിത്സ നൽകുന്നു, പിന്നെ വനത്തിലേക്ക് അയച്ചുവിടുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ചികിത്സ ഭേദമാകാതെ, അതായത് പഴുപ്പ് വീണ്ടും വന്നു. വീണ്ടും അത് അതിരപ്പള്ളി അതുപോലെ തന്നെ ചാലക്കുടി പുഴ തീരത്തേക്ക് വന്ന് ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായ നിരീക്ഷണം ഡോക്ടർമാർ നടത്തുന്നുണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതിൻ്റെ ഡോക്ടർമാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത ശേഷം വീണ്ടും അതിന് മയക്കുവെടി വയ്ക്കാൻ തീരുമാനിക്കുന്നു. മയക്കുവെടി വയ്ക്കുക മാത്രമല്ല, കോടനാട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇനിയുള്ള തീരുമാനം. അതായത് ഇനി ഒരു പക്ഷേ അത് നാട്ടാനയായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് കോടനാട് എത്തിച്ച് അവിടെ ചികിത്സ നൽകി, പക്ഷെ പിന്നീട് വീണ്ടും കാട്ടിലേക്ക് കയറ്റിവിടുക എന്നത് പ്രായോഗികമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് നമ്മുടെ ആനശേഖരത്തിലേക്ക്, സർക്കാരിൻ്റെ ആനശേഖരത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാവാനുള്ള സാധ്യതയാണുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം DFO കോടനാട് പോയി അവിടെ കൂടൊക്കെ പരിശോധിച്ചു. ഇതിനെ കൊണ്ടുവന്ന് കൂടൊക്കെ നല്ല കൂട് വേണം. അപ്പോൾ നിലവിലുള്ള കൂട് അത്ര നല്ല കൂടുകളല്ല ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു കൂടുണ്ടാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് 1-2 ദിവസത്തിൽ പൂർത്തിയാകും. അപ്പോൾ തന്നെ ഡോക്ടർ അരുൺ സക്രിയ ഇവിടെ എത്തും, അവരുടെ സംഘം എത്തും, മയക്കുവെടിക്കും കുങ്കിയാനകളെ കൊണ്ടുവരും, അതിനെ പിടിച്ചു കൊണ്ടുപോകും, കോടനാട്ടേക്ക് കൊണ്ടുപോയി അതിനുശേഷം അതിനെ ചികിത്സയ്ക്കും നൽകും. ആ ഭേദമായാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടാന എന്ന സംവിധാനത്തിലേക്ക് ഒരു കാട്ടാന എത്തിച്ചേരും. ഓക്കെ, ജെയ്സൺ, വിപിത്ത് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ജെയ്സൺ വലിയ പുള്ളിയാണല്ലോ, 2-3 ആനയൊക്കെ ഉണ്ടല്ലോ എല്ലാ ദിവസവും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ആനകളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, പിന്നെ നമ്മളെ ഈ പാലപ്പള്ളി ഭാഗമുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ തന്നെ റബ്ബർ എസ്റ്റേറ്റും അതുപോലെ ചിമ്മി ഡാമിൻ്റെയൊക്കെ പരിസര പ്രദേശമൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ പോയാൽ 20-25 സംഘങ്ങളായിട്ടാണ് ആനകൾ യാത്ര ചെയ്യുക. ആരെങ്കിലും വിശ്വസിക്കും? പണ്ടൊക്കെ നമ്മളൊരു ആനയെ കാണാൻ എത്രയോ കൊതിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ നമ്മൾ റോഡിലിറങ്ങി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിരപ്പള്ളി പരിസരത്തേക്ക് വന്നു. ഈ വഴിയിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ റോഡിൻ്റെ 2 ഭാഗത്തും ആനകളാണ് നിൽക്കുന്നത്. ഇതാണ് സ്ഥിതി ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ സ്ഥിതി ഇതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ചികിത്സ വീണ്ടും നൽകുന്ന കാര്യത്തിൽ ആളുകൾ പ്രതിഷേധത്തിലാണ്. പക്ഷേ അത്തരത്തിൽ നാം മുൻകാലങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പരിക്ക് പറ്റി നിൽക്കുന്ന ഒരു സംവിധാനം, ഒരു ആനയെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. അതിന് ചികിത്സ നൽകണം എന്ന ഒരു സാമാന്യ നീതിയുടെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് വീണ്ടും ഒരു ചികിത്സ. ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഈ പാവം അരുൺ സക്രിയക്ക് റെസ്റ്റ് ഇല്ലേ? പാവം ഡോക്ടർ അരുൺകുമാർ ഇടപെടൽ വേണം. മയക്കുവെടി വെക്കേണ്ടത് ആനയ്ക്കാണോ, ആനയുടെയൊക്കെ ചുമതലയുള്ള മന്ത്രിക്കാണോ എന്നൊക്കെ രസകരമായ കമന്റുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അരുൺ സക്രിയ ഒരിടത്തുനിന്ന് ഓടി മറ്റൊരിടത്തോട്ട് ഓടി വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ശരിക്കും എന്തായാലും ഇന്ന് മയക്കുവെടി വെച്ച് കോടനാട്ടേക്ക് കൊണ്ടുപോയാൽ തൽക്കാലം ആനയെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷെ അതോടുകൂടി ആനയുടെ കാട്ടിലെ വനവാസം അവസാനിക്കും അല്ലേ? തീർച്ചയായും അരുൺകുമാർ. പക്ഷേ ഇതിനകത്ത് പിന്നെ അരുൺ സക്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഇവിടെ നിന്ന് നേരെ പോയത് വയനാട്ടിലേക്കാണ്, കടുവയെ പിടിക്കാനാണ് പോയത്.
അത് കഴിഞ്ഞാൽ പിന്നെ കരടി പിടിക്കണം. ആൾക്ക് ഇരിക്കപ്പുറതി ഇല്ലാത്ത സ്ഥിതിയാണ് സത്യത്തിലുള്ളത്. പക്ഷേ അതിനേക്കാളും പ്രതിസന്ധി ഇവിടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ നടന്നു പോരുത്. റൂട്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അത് പകൽ സമയം പോലും ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ പോലും ഈ വിഷ്വൽ വെക്കുന്ന സമയത്ത് ഒരു ആന പെട്ടെന്ന് സൈഡിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മളാകെ അല്പം ശ്രദ്ധ അതുകൊണ്ട് പിൻവാങ്ങി നമ്മൾ മാറി നിന്നു. അപ്പോൾ അത്രയേറെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സ്ഥലമായി മാറുകയാണ് വനത്തിനോട് അതിര് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളുടെയും സ്ഥിതി. അതുകൊണ്ട് എല്ലാം വേണം, പക്ഷെ അതോടൊപ്പം തന്നെ ജനങ്ങളെ സുരക്ഷയും വേണമെന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ ജെയ്സൺ, എന്തായാലും സുരക്ഷിതമായ ദൃശ്യങ്ങൾ പകർത്തു. പ്രേക്ഷകർ പറയുന്ന പോലെ ജെയ്സ സൂക്ഷിച്ചോ, ആനയ്ക്ക് എന്ത് കാര്യം, ആനയ്ക്ക് എന്ത് ജെയ്സൺ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിനിൽ. അങ്ങനെയൊന്നുമല്ല, ആനയ്ക്ക് ജെയ്സനെയൊക്കെ കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയാവുന്ന അവസ്ഥയിലായി. അതിരപ്പള്ളിയിൽ സ്ഥിരം റൂട്ടിൽ ജെയ്സൺ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആനയും പേരെടുത്ത് വിളിച്ച് വേണമെങ്കിൽ ജെയ്സൺ റിപ്പോർട്ട് ചെയ്യും ഇനി വരുന്ന ദിവസങ്ങളിൽ. എന്തായാലും മസ്തകത്തിന് പരിക്കേറ്റ ആനയെ അരുൺ സക്കരയുടെ സംഘം ഇപ്പോൾ പിടികൂടി കോടനാട്ടേക്ക് കൊണ്ടുപോകും. ജെയ്സനാണ് നമുക്കൊപ്പം ചേർന്നത്.